ഒരു കാലത്ത് CPIM-ന്റെ സ്വതന്ത്ര MLA ആയിരുന്നു PV അൻവർ. ഒരു കാലം എന്ന് പറയുമ്പോഴത്തേക്കും കൃത്യം ഒരു 6-7 മാസം മുൻപ് വരെ അദ്ദേഹം CPIM-ന്റെ സ്വതന്ത്ര MLA ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കലഹം തുടങ്ങിയിട്ടും വർഷങ്ങളൊന്നുമായിട്ടില്ല, മാസങ്ങളേ ആയിട്ടുള്ളൂ. അദ്ദേഹം അതുവരെ ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരുന്നു. നിലമ്പൂരിൻ്റെ സുൽത്താൻ എന്നായിരുന്നു ഇടതുപക്ഷ പ്രവർത്തകർ വിളിച്ചുകൊണ്ടിരുന്നത്. രാജാവിനെ പോലെയാണ് CPM-ന്റെ പ്രവർത്തകർ അൻവറിനെ കണ്ടത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ അൻവറായിരുന്നു ഇടതുപക്ഷ ആക്രമണത്തിൻ്റെ മുഖം അൻവറായിരുന്നു. അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വെച്ചാണ് പല സമയത്തും പ്രതിപക്ഷത്തിൻ്റെ മുന പലപ്പോഴായിട്ട് ഇടതുപക്ഷത്തിൻ്റെ സൈബറാണികൾ പൊളിച്ചടുക്കിയിട്ടുള്ളത്. അങ്ങനെയായിരുന്നു അൻവറിനെ CPIM-ന്റെ അണികളും കണ്ടുകൊണ്ടിരുന്നത്. തുടർച്ചയായിട്ട് UDF ജയിച്ചുകൊണ്ടിരുന്നൊരു മണ്ഡലം പിടിച്ചെടുത്ത MLA എന്നതിനുപരി മലപ്പുറത്തെ ഇടതുപക്ഷത്തിൻ്റെ മുഖങ്ങളിൽ ഒന്നായിട്ടായിരുന്നു അൻവറിനെ കണ്ടത്. അൻവറിന് അതിന് മാത്രം സ്വാതന്ത്ര്യവും അതിന് മാത്രം സഹകരണവും ഇടതുപക്ഷം കൊടുത്തിട്ടുണ്ട്. 2021 മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടും പാർട്ടിയാണ് മുന്നിൽ നിന്ന് നയിച്ച് അൻവറിനെ 2021 ജയിപ്പിച്ച് നിയമസഭയിലെത്തിച്ചത്. അത്രമാത്രം സഹകരണവും സഹായവും കൊടുത്തിട്ടുണ്ട്. അൻവറിനെ അങ്ങനത്തെ രീതിയിലാണ് ഇടതുപക്ഷം കണ്ടത്. അവിടെ നിന്നാണ് അടി ഉണ്ടാക്കിയിട്ട് അൻവർ ഇപ്പോൾ UDF-ലെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അൻവർ പോയതിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല. പക്ഷേ അൻവർ ഇപ്പോൾ ഇറങ്ങിയതിന് ശേഷമുള്ള കാരണങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അടുത്ത ആഴ്ചകളിൽ അല്ലെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിലമ്പൂരിൽ അൻവറിൻ്റെ മണ്ഡലത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കും. സുപ്രധാനമായ ഒരു ബൈ ഇലക്ഷനാണ് വരാൻ പോകുന്നത്. UDF-ന് വേണ്ടി മലപ്പുറത്തെ DCC അധ്യക്ഷനായ VS ജോയ് മത്സരിക്കണമെന്നാണ് അൻവറിൻ്റെ താല്പര്യം. നിലമ്പൂരിലെ സീറ്റ് ഓൾറെഡി കണ്ണുവെച്ചുകൊണ്ടിരിക്കുന്ന ആര്യാടൻ ഷൗക്കത്ത് അവിടെ തന്നെ ഇപ്പോഴേ ഉണ്ട്. ആര്യാടനും VS ജോയും തമ്മിലുള്ള യുദ്ധമാണ് ഇപ്പോൾ UDF-ൽ മലപ്പുറത്തെ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് റഫറി കളിച്ചുകൊണ്ടിരിക്കുകയാണ് PV അൻവർ. അതിനൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി ചെയ്തിരുന്നു. ആ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ പോയി PV അൻവർ ചേർന്നത്. അങ്ങ് ബംഗാളിൽ മമതാ ബാനർജിയെ നേരിട്ട് കണ്ടാണ് അംഗത്വം നേടിയെന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് രാജിവെച്ചത്. ഇപ്പോൾ UDF-ഉമായിട്ട് PV അൻവർ സഹകരിക്കുന്നതിനൊപ്പം തന്നെ അൻവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് തൃണമൂൽ കോൺഗ്രസിനെ UDF-ൽ എടുക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ സഖ്യകക്ഷികളുടെ എണ്ണം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന UDF-ലേക്ക് മറ്റൊരു സഖ്യകക്ഷി കൂടി. പക്ഷേ ഇവിടെയുള്ള കേരള കോൺഗ്രസ് ജോസഫ്, CMP CP ജോൺ, RSP ഷിബു ബേബി ജോൺ അങ്ങനത്തെ പാർട്ടിയല്ല തൃണമൂൽ കോൺഗ്രസ്. തൃണമൂൽ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. തൃണമൂലിൽ ബംഗാളിൽ ഭരണമുണ്ട്. ദേശീയതലത്തിൽ ഒരുപാട് MP-മാരുണ്ട്. അങ്ങ് ഗോവയിൽ വരെ MLA ഉണ്ട്. മാത്രമല്ല അവർ ത്രിപുരയിൽ മത്സരിക്കുന്നുണ്ട്, തൊട്ടപ്പുറത്ത് ഒഡീഷയിൽ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദേശീയ പാർട്ടി, ഒരു പ്രധാനമന്ത്രി പദം സ്വപ്നം കണ്ട് ജീവിക്കുന്ന മമതാ ബാനർജിയുടെ സ്വന്തം പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. അപ്പോൾ ആ പാർട്ടിയെ സഖ്യകക്ഷിയാക്കുമ്പോഴത്തേക്കും ഒരുപാട് ചിന്തിക്കേണ്ടി വരും. തൃണമൂലിനെ കേരള ഘടകത്തിൽ UDF-ൽ ചേർക്കണമെന്നാണ് PV അൻവറിൻ്റെ ആവശ്യം. അതുമായിട്ട് PV അൻവർ മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് എല്ലാ മാധ്യമങ്ങളും ഈ കാര്യം പറയുന്നുണ്ട്. മാത്രവുമല്ല തൃണമൂലിനെ മുന്നിലെടുക്കുന്ന കാര്യത്തിൽ ചർച്ചയൊന്നുമില്ല, എടുത്തേ പറ്റൂ എന്നാണ് PV അൻവർ പറഞ്ഞതെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ തൃണമൂലിനെ മുന്നിലെടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ് കോൺഗ്രസ്. അതിന് ഒരുപാട് കീഴ്വഴക്കങ്ങളുണ്ടെന്നാണ് APL കുമാർ പറയുന്നത്. പക്ഷേ സുപ്രധാന ഘടകകക്ഷികൾ പലർക്കും തൃണമൂലിനെ തൻ്റെ മുന്നണിയിലെടുക്കാൻ താല്പര്യമില്ല. വേണമെങ്കിൽ അൻവറിനെ ഒറ്റക്കെടുക്കാമെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും തൃണമൂലിനെ എടുക്കാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ തൃണമൂലിനെ എടുത്തേ പറ്റുമെന്നാണ് അൻവർ ഇപ്പോഴും ചേർത്ത് പറയുന്നത്. അങ്ങനെ തൃണമൂലിനെ മുന്നണിയിലെടുത്തില്ലെങ്കിൽ അൻവർ കയറി നിലമ്പൂർ മത്സരിക്കും. തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അൻവർ കയറി മത്സരിക്കുമെന്നും ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ UDF-ന് കൂനിൽമേ കുരു തന്നെയായിരിക്കും. എന്തായാലും അൻവറിനെ തള്ളാനും പറ്റത്തില്ല, അൻവറിനെ കൊള്ളാനും പറ്റത്തില്ല. പക്ഷേ അൻവറിന് കാര്യമായൊരു സഹകരണമോ പ്രത്യേകിച്ചൊരു വിലയോ UDF കൊടുക്കുന്നില്ല. അല്ലായിരുന്നെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് തീരേണ്ട സംഭവമാണ്. കഴിഞ്ഞ ജനുവരി തൊട്ട് അവർ സഹകരിക്കുകയാണ്. അപ്പോഴേ ഡീലാക്കേണ്ട ഒരു കാര്യത്തിന് ഇങ്ങ് ഏപ്രിൽ മെയ് വരെ കാത്തിരിക്കേണ്ട അവസ്ഥ. അതാണ് നേരത്തെ പറഞ്ഞത്. CPM നല്ല വിലയും നല്ല സഹകരണവും രാജാവിനെ പോലെ കൊണ്ടുനടന്നതാണ്. അവരെ ചതിച്ചിട്ടാണ് അൻവർ അപ്പുറത്ത് ചാടിയത്. അതുകൊണ്ട് അതിനുശേഷം പിന്നെ നായ ചന്തയ്ക്ക് പോയ വിലയാണ് ഇപ്പോൾ PV അൻവറിൻ്റെ UDF-ലുള്ളതെന്ന് ചേർത്ത് തന്നെ പറയാം.
എന്തൊക്കെയായാലും അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. അൻവർ മത്സരിക്കുമെന്ന ഭീഷണിയാണ് ഉയർത്തിയിട്ടുള്ളത്. അൻവർ മത്സരിക്കാൻ പോവുകയാണ്, നാമനിർദ്ദേശ പത്രികയിൽ കൊടുക്കാൻ പോവുകയാണെങ്കിൽ അത് വലിയ സംഭവമായിരിക്കും. അത് UDF വമ്പൻ തിരിച്ചടിയായിരിക്കും. ഇടതുപക്ഷത്തിൻ്റെ സാധ്യതകളെ വീണ്ടും വലുതാക്കുന്ന കാര്യമായിരിക്കും അൻവർ മത്സരിക്കാൻ പോവുകയാണെങ്കിൽ തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ത്രികോണ മത്സരം വരികാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. BJP ആ മണ്ഡലത്തിൽ ഇല്ല എന്ന് നമുക്ക് എടുത്ത് തന്നെ പറയാം. നിലമ്പൂരാണ് മണ്ഡലം, അതുകൊണ്ട് BJP അങ്ങ് ചെറിയ പോക്കറ്റായിട്ടുള്ളൂ. പക്ഷേ ഒരു ത്രികോണ മത്സരം വരികയാണെങ്കിൽ ഇടതുപക്ഷമുള്ള സാധ്യതകൾ വീണ്ടും വർദ്ധിക്കുകയായിരിക്കും ഉണ്ടാകുമ്പോൾ. എന്തൊക്കെയായാലും ഇപ്പോൾ തന്നെ VS ജോയി, ആര്യടൻ ഷൗക്കത്ത് എന്നൊരു പ്രശ്നം PV അൻവർ UDF ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ UDF തൃണമൂലിന് പ്രവേശനം വേണമെന്ന് പറഞ്ഞ് വീണ്ടും PV അൻവർ കയറി നിലമ്പൂരിൽ മത്സരിക്കാൻ പോവുകയാണെങ്കിൽ അത് കൂനിൽമേ കുരുപോലെ തന്നെയാവും. അത് UDF വലിയ തിരിച്ചടിയാവും. ആ ഭീഷണിക്ക്, അൻവറിൻ്റെ ആ ഭീഷണിക്ക് VD സതീശനും കുബിക്കെ കുഞ്ഞാലിക്കുട്ടിയും വഴങ്ങുമോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം. എന്തൊക്കെയാലും വരും ദിവസങ്ങൾ അറിയാം. ഇപ്പോഴെന്തായാലും UDF നല്ല ഒന്നാന്തരമായിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിന് കാര്യമായ വില ഇപ്പോഴും UDF കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും നിലമ്പൂരിലെ UDF കാര്യം വളരെ രസകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങൾ കാര്യം എത്ര മനസ്സിലാവും. അൻവർ ആയിരിക്കുമോ അതോ VS ജോയി ആയിരിക്കുമോ അതോ ആരുടെ ഷൗക്കത്തായിരിക്കുമോ മത്സരിക്കാൻ പോകുന്നത്? അൻവർ തന്നെ വെണ്ണി കയറി മത്സരിക്കുകയാണെങ്കിൽ അൻവറിൻ്റെ പ്ലാനാണ് ഇതെന്ന് എടുത്ത് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. എന്തൊക്കെയാലും UDF രാഷ്ട്രീയം വളരെ രസകരമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.